ഈ ശരീരത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ കർത്താവ് പുതുക്കി പണിത് യേശുവിൻ്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബലിയർപ്പണത്തിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കർത്താവിൻ്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണോ? നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടും ഒരു മനുഷ്യനിലേക്ക് തിരികെ വരണമെങ്കിൽ അവൻ്റെ മേൽ ഒരു ബലിയർപ്പണം നടക്കാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതുണ്ട്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വൈദികനാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. യൂറോപ്പിലെ ഓസ്ട്രിയയിലുള്ളതായ വിയന്ന ഇടവകയോട് ചേർന്നാണ് ഇപ്പോൾ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ സമയത്ത് കർത്താവ് ഒത്തിരി പുതിയ മേഖലകളൊക്കെ തുറക്കാനിടയായി തീർന്നു. അതിലൊന്നാണ് ഓൺലൈൻ ശുശ്രൂഷകൾ. ആ സമയത്ത് നമ്മളെല്ലാം ഓൺലൈൻ വഴിയാണ് ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കാൻ തക്കോണിടയായി തീർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത, പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പല പള്ളികളിലും ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിതറിക്കിടക്കുന്നതായ യൂറോപ്പിൻ്റെ വിവിധ മേഖലയുള്ളതായ നമ്മുടെ കുഞ്ഞുമക്കളെയും യുവാക്കന്മാരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഓൺലൈൻ വഴികളായിട്ട് ഒത്തിരി ശുശ്രൂഷകളെ കർത്താവ് വളർത്താനിടയാക്കി തീർക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനം അത് ആരംഭിക്കുവാൻ ഏകദേശം 100ഓളം സ്റ്റുഡൻസ് എല്ലാ സൺഡേകളിലും നമ്മുടെ ഓൺലൈൻ വഴിയായിട്ട് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് സംബന്ധിക്കാൻ തക്കോണ്ടിയായി തീരുന്നുണ്ട്. ഒരു വഴികൾ അടയാൻ ഇടയായി തീരുമ്പോൾ അനേക വഴികളിലൂടെ കർത്താവിനെ ഇത് അറിയുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും തക്കവണ്ണം കർത്താവ് ഒത്തിരി കൃപകൾ നമ്മളിലേക്കെല്ലാം ചൊരിയപ്പെടാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളിവിടെ കടന്നു വന്നുകൊണ്ട് ഒരാരാധനയിൽ സംബന്ധിക്കാൻ ഇടയായി തീരുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തക്കവണ്ണം ഇടയായി തീരുമ്പോൾ അതിൻ്റെ ഒരു പ്രതിധ്വനികൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് കർത്താവ് അയക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികളും, നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് അല്പസമയം ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കാനിടയായി തീരുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമെന്ന രീതിയിൽ ദൈവം മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഗ്രഹങ്ങൾ നൽകാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ നാം ചിന്തിച്ച ആ വിഷയം എങ്ങനെയായിരിക്കാം? പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. അല്ലേ? അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടാൻ തക്കവണ്ണം ഇടയായി തീരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഒരു സമൂഹത്തിലേക്ക്, അത് തലമുറകളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് എത്തിപ്പെടാൻ തക്കവണ്ണം സാധ്യമായി മാറണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഏറെ ആവശ്യമാണ്. കർത്താവ് നിങ്ങളെ ഒരല്പസമയത്തിന് ഇവിടെ വിളിച്ചിരിക്കുന്നത് തന്നെ ഈ വചനങ്ങളെല്ലാം കേട്ട് ഒരു സമൂഹത്തിന് വേണ്ടി, അനേകായിരങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കത്തക്കവണ്ണമാണ്. അതിന് ദൈവം കൂടുതൽ ശക്തിയും കൃപയും എല്ലാം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ഫ്രീഡം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരിൽ ഇത് വലിയ ഫ്രീഡം ലഭ്യമായി മാറുന്നു. അതുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ യുവതീവാക്കന്മാർ മാറിപ്പോകുമ്പോൾ ദേവാലയത്തോട് ചേർന്ന്, ആരാധനയോട് ചേർന്ന് അവരുടെ ഹൃദയങ്ങളിൽ ഇരിക്കത്തക്കവണ്ണം ഒരു പ്രാർത്ഥനയുടെ വലിയൊരു ബലം ആവശ്യമാണ്. പ്രാർത്ഥനയുടെ വലിയൊരു ചങ്ങലയ്ക്കുള്ളിൽ ഓരോ മക്കളും ചേർക്കപ്പെട്ടാൽ മാത്രമേ അവർ ആ ഒരു തിന്മകളിൽ നിന്നൊക്കെ മാറി ദൈവിക കൃപയുടെ പാതയിലൂടെ ചരിക്കാൻ തക്കവണ്ണം സാധ്യമായി മാറുകയുള്ളൂ.
ഇപ്പം നമ്മുടെ യുവതീവാക്കന്മാരെല്ലാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ആരാധനയുടെ വലിയൊരു സംരക്ഷണത്തിൻ്റെ വലയം എല്ലാ ഹൃദയങ്ങളെയും പൊതിയപ്പെടാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ നാം ഇവിടെ പാപത്തിലേക്ക് വീണു പോകുന്നതായ മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടവസ്തുക്കളിലും ഏറ്റവും കൗശലമേറിയ ഒന്നായിരുന്നു. അപ്പോൾ സർപ്പത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ഏറ്റവും കൗശലമേറിയ ഒന്നാണ് സർപ്പം. സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. പക്ഷേ അതൊരു ജീവജാലം തന്നെ. അതിനങ്ങനെ കണ്ടമാനം പിശാചാക്കിയൊക്കെയാണ് കർത്താവ് ഈ ഒരു ബൈബിളിലൂടെയൊക്കെ ചിത്രീകരിച്ചെങ്കിൽ പോലും പാമ്പിനെ നമ്മളങ്ങനെ പിശാചായിട്ട് കാണേണ്ടതൊന്നുമില്ല. മറിച്ച് പാമ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായി ഒന്നുണ്ട്, അതിന് കൗശലം. ഒരു വ്യക്തിയെ എങ്ങനെ ചതിക്കാം. ഇന്ന് ചതിയുടെ ഒരു ലോകമല്ല നമ്മൾ നിലനിൽക്കുന്നത്. ഒരു ഭർത്താവിനെ എങ്ങനെ ചതിയിൽപ്പെടുത്തി അവനെ കൊന്ന് അടുത്ത ആളുടെ കൂടെ പോകാം, ഇതാണ് ഭാര്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാര്യയെ എങ്ങനെ പെട്ടിക്കകത്താക്കിയിട്ട് അടുത്തവളെ കെട്ടാം, ഇത് ഭർത്താക്കന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ ചതിയുടെ ഒരു കാലഘട്ടങ്ങളിലാണ് നാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൗശലമേറിയ ഒന്നായിരുന്നു സർപ്പം. ആ സർപ്പം പതിയെ കൗശലമായിട്ട് ഇതാ മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ആദ്യം ആദത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിൽ പോലും ആദത്തിൻ്റെ അടുക്കിലേക്ക് പോയില്ല. മറിച്ച് ഏറ്റവും പെട്ടെന്ന് വീഴാൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് ഈ സൈഡിലേക്കാണ് ആദ്യം ചാഞ്ഞത്. അങ്ങനെ അത്ര ബലവും ശക്തിയും ഇല്ലാത്ത എന്ന് തോന്നുന്ന ആളുകളെയാണ് ആദ്യം കയറി ഈ കൗശലക്കാരൻ കയറി പിടിക്കാനിടയായി തീരുന്നത്. അങ്ങനെ ഈ കൗശലക്കാരൻ പതിയെ ഹവ്വായുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എല്ലാ ആഴ്ചയും ബൈബിൾ കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ആദ്യം ചോദിച്ചത്? അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ആദ്യം തന്നെ ചോദ്യം ഉന്നയിക്കുകയാണ്. എവിടെയാണോ ഇതാ തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ള മേഖല, അതിലേക്ക് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ എവിടെയാണോ വീഴാനുള്ള ചാൻസുകളുള്ളത്, വീഴാനുള്ള ചാൻസുകളിടത്താണ് കർത്താവ് കൽപ്പനകളൊക്കെ നൽകിയിരിക്കുന്നത്. ഈ വഴിയിലൂടെ പോയാൽ നിൻ്റെ ജീവിതം പോക്കാണ് എന്ന് കർത്താവിന് തോന്നിയ മേഖലകളിലാണ് കർത്താവ് ചില കൽപ്പനകളൊക്കെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാച് വന്ന് ആദ്യം തന്നെ ഈ മേഖലകളിലേക്ക് ഒരു ചോദ്യം കിട്ടുകൊടുത്തു. എന്തെങ്കിലും തിന്നരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ? അന്നേരം ഹവ്വ പറഞ്ഞു, എന്നതാ പറഞ്ഞത്? തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. തിന്നാൽ എന്ത് ചെയ്യും? തിന്നാൽ മരിക്കും. തിന്നാൽ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നീ തിന്നുന്ന ദിവസം നീ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹവ്വയും പറഞ്ഞു, ഇതാ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താൻ വീണ്ടും കൗശലക്കാരൻ വീണ്ടും പറയുകയാണ്, അങ്ങനെയല്ല, മറിച്ച് നീ തിന്നാൽ ദൈവത്തെ പോലെയായി മാറുമെന്ന് ദൈവത്തിനെ അറിയാവുന്നത് കൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? കൗശലം അവിടെ പ്രയോഗിക്കുകയാണ്. എന്തൊക്കെ എന്തായാലും ഇവർ ഈ വഴിയിലൂടെ പോയി, സംഗതി താഴെ വീണു. താഴെ വീണ സമയത്ത് ഇവരുടെ മേൽ എന്ത് വരും? നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സമയം തന്നെ പെട്ടെന്ന് രണ്ടുപേരും അങ്ങ് മരിച്ചു വീണോ? ഇപ്പം നമ്മുടെ ഈ അപ്പോസ്തല പ്രവർത്തികളിൽ പത്രോസ്ലീഹ രണ്ടുപേരെ വിളിക്കുന്നുണ്ട്. നമ്മുടെ സഫീറയെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്താണ്? നീ ആ വിറ്റ സമ്പത്ത് മുഴുവൻ ഇവിടെ ഉണ്ടോ? അവൾ പറയുന്നുണ്ട്, രണ്ട് ഭർത്താവും ഭാര്യയും പറയുന്നുണ്ടെന്നാണ്, അത് മുഴുവൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നോണ എന്തിനാ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ പറ്റിക്കാവോ എന്ന് ചോദിച്ച് നിമിഷം തന്നെ രണ്ടുപേരും ആ സ്പോട്ടിൽ മരണമടഞ്ഞ് വീണു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളിൽ ഒരൊറ്റ നുണ പറഞ്ഞുള്ളൂ, സ്പോട്ടിൽ വീണുപോയി, അവർ മരിച്ച് വീണു പോവുകയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും അവർ മരിച്ചു വീണില്ല. അവർക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് മാത്രമായിട്ടാണ് നമ്മൾ കാണാനിടയായി തീരുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ച കാര്യം? നഗ്നരാണെന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസറാണ്. നോക്കി, അവർ മരിച്ചു വീണൊന്നുമില്ല, മറിച്ചെന്താണ്, അവർ പഴം പറിച്ചു തിന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്? തങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഇത് അവരുടെ ഉടുപ്പ്, വസ്ത്രം, തങ്ങളെ മറച്ചിരിക്കുന്നതായ ഒരു ആവരണം നഷ്ടപ്പെട്ടു പോയതായിട്ട് അവർക്ക് മനസ്സിലായി. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരവസ്ഥ. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവകൽപ്പനകളെന്നൊക്കെ മാറാനിടയായി തീരുമ്പോൾ
അവരുടെ ജീവിതത്തിൽ പൊതിഞ്ഞിരുന്നതായ ഒരു വസ്ത്രം അങ്ങ് അഴിഞ്ഞുപോയി അവർ നഗ്നനെന്ന ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാനിടയായി തീരുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നതാണ്, ഞാൻ അതിലേക്കൊന്നും പോകാനിടയായി തീരുന്നില്ല. നഗ്നത എന്നൊക്കെ പറയുന്നത് ഇത് അവനവൻ്റെ കുറവുകളിലേക്കുള്ളൊരു ഒളിഞ്ഞുനോട്ടമാണ്. ദൈവമേ, ഇന്നലെ വരെ ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലൊക്കെ ആയിരുന്നു, പവർഫുള്ളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയങ്ങ് ചോർന്നു പോയതോടുകൂടി തന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടും അങ്ങനെ ഒരു കുറവുകൾ കൊണ്ടൊക്കെ നിറയപ്പെടുന്ന സാഹചര്യങ്ങൾ. ഇതാ ചുറ്റുപാടുകളിലേക്ക് ചുറ്റുള്ള വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഒരു ലജ്ജ. ഇതാണോ എനിക്ക് കിട്ടിയിരിക്കുന്ന സാധനം? എൻ്റെ കൂടെപ്പിറപ്പ് ഇങ്ങനെയുള്ളതാണോ? എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ കൂടെ വസിക്കുന്നവരൊക്കെ ഇവരാണോ എൻ്റെ കൂടെ? ഇവർ നല്ല കുറച്ചുകൂടെയൊക്കെ നല്ലത് മതിയായിരുന്നു. കണ്ടോ, ചുറ്റുപാടുകളുടെ കുറവുകളെ മുഴുവൻ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക്, എന്തിനൊക്കെയോ ഒരു ലജ്ജ തോന്നുന്ന, ഒരു നാണക്കേട് തോന്നുന്ന ഒരവസ്ഥകളിലൂടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഇതാണ് കൃപയുടെ കർത്താവ് നൽകിയിരിക്കുന്നതായ വസ്ത്രം അങ്ങ് ഉരിയപ്പെട്ടപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇതാ പാപം ചെയ്ത മനുഷ്യൻ സ്വയം നഗ്നനാണെന്ന് അവർ മനസ്സിലായി. പിന്നെ നമുക്കറിയാം, ഇന്നലെ വരെ ചക്കര അടയൊക്കെ ആയിരുന്നു ആദവും ഹവ്വയൊക്കെ ഇടുവേ. എൻ്റെ അസ്ഥിയിലുള്ള അസ്ഥി, മാംസത്തിനുള്ളതായ മാംസം എന്നൊക്കെ പറഞ്ഞ് ചക്കരയും ഉമ്മയൊക്കെ പറഞ്ഞ് നടന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ വസ്ത്രം അങ്ങ് ഊരിപ്പോയതോടുകൂടി സംഭവിച്ച കാര്യം, പരസ്പരം നീ കർത്താവിനെ നോക്കിയിട്ട്, കർത്താവ് നീ തന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ജീവിതം മുഴുവൻ തകർത്തത് എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുന്നതായൊരവസ്ഥ. ആ സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ മുഴുവൻ അങ്ങ് അഴിഞ്ഞു പോകാനിടയായി തീർന്നു. പരസ്പരം കാണുമ്പോൾ ഇന്നലെ വരെ ഭയങ്കര സ്നേഹം തോന്നിയതായ വ്യക്തികൾ തമ്മിൽ ഇന്ന് കാണുമ്പോൾ അത്ര അങ്ങ് സ്നേഹം തോന്നുന്നില്ല. മറിച്ച് കുറച്ചുകൂടെ നീരസങ്ങൾ, ഒരകൽച്ച, ഒരു വലിയ ഒരു പോരായ്മകളൊക്കെ പരസ്പരം തോന്നാൻ ഇടയായി തീരുന്നതായ അവസ്ഥകളിലൂടെ അവർ കടന്നു പോകാൻ ഇടയായി തീരുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ചൈതന്യം അവർക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ അറിയാം, കർത്താവ് ഇവരുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ ആദ്യം തന്നെ സ്വയം എന്തൊക്കെ ചെയ്തു നോക്കി നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ചെയ്തത്? ഇലകൾ കൊണ്ട്, അത്തി ഇലകൾ കൊണ്ട് ഇതാ തുന്നി കുറേ ഉടുപ്പുണ്ടാക്കിയിട്ടൊന്ന് അണിഞ്ഞു നോക്കി. രാവിലെ അണിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉച്ചയാകുമ്പോഴേ വെയിലൊക്കെ വന്നപ്പോൾ സംഗതി ഇലയെല്ലാം ചുരുണ്ട് പോയി, കെട്ടിയതൊക്കെ വെറുതെ ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് സ്വയം എന്തൊക്കെയോ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് ശൂന്യമായിട്ട് മാറാൻ തുടങ്ങി. അതുകൊണ്ട് കർത്താവ് മറ്റൊരു പ്രവൃത്തി ചെയ്തു. എന്താണ് പ്രവൃത്തി? തോലുകൾ കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു, അല്ലേ? എങ്ങനെ തോലുണ്ട് വസ്ത്രം ഉണ്ടാക്കി? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. ആദാം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്തനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഒരു തോലുകൾ കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി ഈ 2 മനുഷ്യന്മാരെയും അണിയിച്ചു. ഇനി കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിലുകളിലേക്കൊന്നും ചെല്ലാം. ഒരു തോല് എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അപ്പോൾ തോല് വേണമെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലണം, അല്ലേ? അപ്പോൾ നോക്കി, തോല് വേണമെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലണം. മൃഗത്തെ കൊല്ലാതെ ഒരു തോലുണ്ടാകത്തില്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഒരു തോലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നെ ഒരു മൃഗത്തെ കൊന്നു, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീണ്ടും ഒരു തോല് അല്ലെങ്കിൽ ഒരു ഉടയാടി അണിയിക്കണമെങ്കിൽ എന്ത് വേണം? ബലിയർപ്പണം വേണം. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടും ഒരു മനുഷ്യനിലേക്ക് തിരികെ വരണമെങ്കിൽ അവൻ്റെ മേൽ ഒരു ബലിയർപ്പണം നടക്കാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചകളിലും നമ്മളെല്ലാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ബലിയർപ്പിക്കാൻ ഇടയായി തീരുന്നത്. ഓരോ ആഴ്ചകളിലും വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ചൈതന്യമാകുന്നതായ വസ്ത്രത്തെ അണിയാൻ വേണ്ടിയാണ്. ഇത് കർത്താവ് ആദ്യം കാണിച്ചു തരികയാണ്.
ഇവന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് ഒരു ഉടയാട വേണമെങ്കിൽ ആദ്യം ബലിയർപ്പണം നടക്കണം. അതുകൊണ്ട് കർത്താവ് തന്നെ ഒരു മൃഗത്തെ ബലിയർപ്പിച്ചുകൊണ്ട് അതിൻ്റെ എന്തെടുത്തു, തോലെടുത്ത് മനുഷ്യനെ ധരിപ്പിച്ചു. പഴയ നിയമത്തിൻ്റെ ബലിയർപ്പണങ്ങൾ മുഴുവൻ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ആദ്യകാലങ്ങളിലെ ബലിയർപ്പണം. ആദ്യത്തെ ബൈബിളിലെ ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത ചാപ്റ്റർ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് അല്ലേ. അവിടെ മനോഹരമായ ഒരു ആരാധനയെ, ബലിയർപ്പണത്തെ വരച്ച് കാണിക്കുന്നുണ്ട്. എങ്ങനെ, ആരൊക്കെ ബലിയർപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്? പറഞ്ഞോ, കായനും ഹാബേലും അല്ലേ. അതിനകത്ത് ഒരാളുടെ ബലി കർത്താവ് സ്വീകരിച്ചു. ആരുടെയാ? ഹാബേലിൻ്റെ. എന്താണ് ഹാബേൽ ബലിയർപ്പിച്ചത്? എന്നതാ? ആടിനെ. അപ്പോൾ കായനോ? കൃഷിയിടത്തുള്ളതായ ധാന്യമണികളെ. ഇതിൽ കർത്താവ് സ്വീകരിച്ചത് ഏതാ? ഹാബേലിൻ്റെ ആടിനെയാണ് സ്വീകരിച്ചത്. നോക്കിയേ, ഒരു ദൈവ സ്വീകാര്യമായ ബലിയിൽ കുറേ ധാന്യമണികൾ മാത്രം കൊടുത്താൽ പോരാന്ന് കർത്താവ് പറയുകയാണ്. അവിടെ ജീവൻ അർപ്പിക്കുന്ന ഒരു അർപ്പണം ആവശ്യമുണ്ട്. ദൈവം പ്രീതൻ. ഇപ്പം ഇതിനെ കുറേ പല ഇൻ്റർപ്രിട്ടേഷനുണ്ട്. കർത്താവ് ഹാബേൽ നല്ല മനസ്സോടുകൂടി അർപ്പിച്ചു, കായനാണെങ്കിൽ ദുഷ്ടമനുഷ്യരുടെ വളരെ മോശമായിട്ടൊക്കെ കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനമുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ആഴത്തിൽ നോക്കിയാൽ അറിയാം, ദൈവം പ്രീതനായി മാറിയിരിക്കുന്നത് എവിടെയോ രക്തം ചീന്തിയുള്ള ഒരു ബലിയർപ്പണം നടത്തപ്പെട്ടപ്പോഴാണ് ദൈവം പ്രീതനായി മാറാൻ ഇടയെ തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത, രക്തം ചീന്തി വേണം ബലിയർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പ്രീതിപ്പെടാൻ തക്കവണ്ണം ഇടയെ തീർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹാബേലെന്ന് മനസ്സിലായി. ഹാബേൽ എന്ത് ചെയ്തു? ഏറ്റവും സ്നേഹപൂർവ്വം ഒരു മൃഗവസ്തു, ഒരു ബലിവസ്തുവിനെ എടുത്ത് അതിനെ രക്തം ചീന്തി ബലിയർപ്പിക്കുകയാണ്. പിന്നീട് നാം കാണുന്നത് ഇങ്ങനെയാണ്, കുറച്ചുകൂടെ നല്ല ബലിയർപ്പണങ്ങൾ കാണുന്നത്. കർത്താവ് അബ്രഹാമിനോട് പറയുന്നൊരു ബലിയർപ്പണമുണ്ട് അല്ലേ. നീ ഈ ലോകത്തിന് മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യത്തക്കവണ്ണം ഒരു ബലിയർപ്പിക്കണം. ഞാൻ നിന്നെ അതിനുവേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നീ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. നിന്നെ ആരെല്ലാം അനുഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന വണ്ണം നീ ഒരു അനുഗ്രഹമായിട്ട് മാറുമെന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ നീ ഒരു ബലിയർപ്പിക്കണം. നീ ഒരു ബലിയർപ്പിക്കാൻ തക്കവണ്ണം സാധ്യമായിട്ട് മാറണം. അതിന് നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ നീ ബലിയർപ്പിക്കണം. അപ്പോൾ ആ ബലിയുടെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എങ്ങനെയുള്ള ബലിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഇതാ കർത്താവ് ആദത്തെ അല്ലെങ്കിൽ ഹവ്വയുടെയൊക്കെ പാപാവസ്ഥകളെ, അത് ആദം ഹവ്വ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സിംബോളിക്കാണ്. മനുഷ്യകുലത്തെ മുഴുവൻ വർണ്ണിക്കാൻ വേണ്ടി 2 വ്യക്തികൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ പാപക്കറകളെ നീക്കാൻ വേണ്ടി ആദ്യം കർത്താവ് ഒരു ബലിയർപ്പിച്ച് മൃഗത്തിൻ്റെ തോലെടുത്തുകൊണ്ട് അവരെ അണിയിച്ചു. എന്നിട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല എന്ന് മനസ്സിലായി. കാരണം അങ്ങനെ പൂർണ്ണതയിൽ എത്തിയിരുന്നുവെങ്കിൽ അവരെ ഏദൻ തോട്ടത്തിൽ തന്നെ കർത്താവ് താമസിപ്പിച്ചേനെ അല്ലേ. എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണതയായിട്ടില്ല. ഈ മൃഗത്തെയുള്ള ബലിയർപ്പണങ്ങളൊന്നും പൂർണ്ണതയായിട്ടില്ലെന്ന് കർത്താവ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ അപൂർണതയിൽ നിന്ന് ജീവൻ്റെ വൃക്ഷം സ്വന്തമാക്കാൻ ഇടയാകാതിരിപ്പാൻ തക്കവണ്ണം കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കാനിടയെ തീരുകയാണ്. നമ്മൾ വീണ്ടും തിരിച്ചു വരാം. അബ്രഹാമിനോടും കർത്താവ് പൂർണ്ണതയുടെ ബലി കർത്താവ് ആവശ്യപ്പെടുകയാണ്. നീ നിൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കാനിടയെ തീരണം. അതുകൊണ്ടോ അബ്രഹാം പൂർണ്ണ മനസ്സോടെ അതിനങ്ങ് തയ്യാറായിട്ട് മാറി. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് നേരെ ഒരു സുപ്രഭാതത്തിൽ സാറയോട് പറയുകയാണ്, എനിക്കൊരു ബലിയർപ്പിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനും ഇസഹാക്കും കൂടെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. നീ പെട്ടെന്ന് തന്നെ യാത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. ഭർത്താവ് പറഞ്ഞതല്ലേ. ആ സാറയാണെങ്കിൽ അബ്രഹാമിനെ വിളിക്കുന്നത് തന്നെ എങ്ങനെയാണ് നാഥ. അങ്ങനെ വളരെ വിനയത്തോടു കൂടി തന്നെ എന്ത് പറഞ്ഞാലും അനുസരിക്കത്തക്കവണ്ണമുള്ള മാപത്തോടു കൂടിയാണ് സാറ ഇരിക്കുന്നത്. അതുകൊണ്ട് മറുത്തൊരു വാക്ക് പോലും പറയാൻ ഇടയാകാതെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് സാറ
ആ അബ്രഹാമിനെയും ഇസഹാക്കിനെയും മലമുകളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഉണ്ടോ, അവർ ബലിയർപ്പണത്തിൻ്റെ സാധനങ്ങളുമായിട്ട് മോറിയ മലകളിലേക്ക് പോയി. മലമുകൾ ചെന്നപ്പോഴും ആ ഇസഹാക്ക് മലയുടെ ചുവട്ടിൽ വെച്ച് ചോദിക്കുന്നതിന് ചോദ്യമുണ്ട്. അപ്പാ, ബലിയർപ്പിക്കാൻ നമ്മുടെ പക്കൽ വിറകുണ്ട്, തീ നീ എടുത്തിട്ടുണ്ട്, ആ ആടിനെ ഇറക്കാനുള്ള കത്തി നിൻ്റെ പക്കലുണ്ട്, പക്ഷേ ബലിമൃഗത്തെ നീ എടുത്തില്ലല്ലോ. ആ മകൻ നിഷ്കളങ്കമായ മാപത്തോടുകൂടി അപ്പനോട് ചോദിക്കുന്നുണ്ട്. അപ്പൻ അന്നേരം പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: മോനെ, പേടിക്കണ്ട, ദൈവം എല്ലാം കരുതിക്കൊള്ളും. ഉണ്ടോ, ദൈവം എല്ലാം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ മകനെ വിളിച്ച് മലമുകളിലേക്ക് പോയിട്ട് മകനോട് പറയുകയാണ്: മോനെ, ഇതാ പിതാവാം ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിന്നെ ഈ ബലിപീഠത്തിൽ വെച്ച് ബലിയർപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ മകൻ പറയുന്നത് ഒറ്റ വാക്കേ ഉള്ളൂ: അപ്പാ. അപ്പൻ എന്ത് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, ഇതാ ഞാൻ റെഡിയാണ്, എന്നെ ബലിയർപ്പിച്ചോളം പറഞ്ഞുകൊണ്ട് ആ മകൻ സ്നേഹപൂർവ്വം ആ ബലിപീഠത്തിലേക്ക് കയറി കിടക്കുന്നതായൊരു കാഴ്ച. അപ്പോൾ നോക്കിയ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി അവൻ്റെ നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപയും ദൈവിക അനുഗ്രഹങ്ങളും വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു നൽകേണ്ടതിന് വേണ്ടിയിട്ട് ഒരു ബലിയർപ്പണത്തിൻ്റെ ആദ്യ സ്റ്റേജ് കർത്താവ് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബലിയർപ്പണത്തിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ മകൻ പരിപൂർണമായിട്ടും വിധേയപ്പെട്ടുകൊണ്ട് ആ ബലിപീഠത്തിലേക്ക് കടക്കുമ്പോൾ ആ അപ്പൻ വളരെ വേദനയോടുകൂടി ആ കത്തിയെടുത്തുകൊണ്ട് ആ മകനെ വെട്ടാൻ ഒതുങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വരം വീണ്ടും പറയുകയാണ്: അബ്രഹാമേ, അബ്രഹാമേ, മകൻ്റെ മേൽ നീ കൈവയ്ക്കരുത്. ഇതാ, നീ അവനെ വെറുതെ വിട്ടേക്കുക, ഇത് എൻ്റെ പദ്ധതിയാണ്, ഇതാ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാനുള്ള എൻ്റെ പദ്ധതി ഇതാണെന്ന് നിനക്ക് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴിത് നിന്നെ മുമ്പിൽ പ്രകടമാക്കിയിരിക്കുന്നത്. ഇതാ, നീ ചുറ്റുപാടുകളിലേക്ക് നീ തിരിഞ്ഞു നോക്കുക, അവിടെ മരത്തിൻ്റെ മുകളിൽ പിടഞ്ഞു കിടക്കുന്നതായ ഒരു കുഞ്ഞാടിനെ നീ കാണുന്നില്ലേ? മരത്തിൻ്റെ മുകളിൽ തൂക്കപ്പെട്ട് കിടക്കുന്നതായ ഒരു കുഞ്ഞാടിനെ നീ കാണുന്നില്ലേ? ആ കുഞ്ഞാടിനെ നീ ആ മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് നീ അതിനെ ബലിയർപ്പിക്കുക. നോക്കിക്കേ, എത്രമാത്രം ദൈവം ഒരു മനുഷ്യനോട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പെടുത്തലാണ്. അബ്രഹാം ജീവിച്ചിരുന്നത് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ഏകദേശം 3000-4000 വർഷങ്ങൾക്ക് മുമ്പാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതികൾ അബ്രഹാമിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുന്ന ഒരു കുഞ്ഞാട് മരത്തിൻ്റെ മുകളിൽ തൂക്കപ്പെടേണ്ടതുണ്ട്. ഉണ്ടോ? ആ അബ്രഹാം സ്നേഹപൂർവ്വം ആ കുഞ്ഞിനെ കെട്ടഴിച്ചു വിടുകയാണ്. എന്നിട്ട് കർത്താവ് കാണിച്ചു തന്നൊരു കുഞ്ഞാടുണ്ട്, മരത്തിൻ്റെ മുകളിൽ തൂക്കപ്പെടുന്ന കുഞ്ഞാട്. അതിനെ അഴിച്ചുകൊണ്ട് വന്ന് ആ ബലിപീഠത്തിന് മേൽ കെട്ടി അതിനെ ബലിയർപ്പിക്കുന്നതായ ഒരപ്പൻ. നമ്മൾ നോക്കുക, ആരാണ് ഈ മരത്തിന് മേൽ തൂക്കപ്പെട്ട് കിടക്കുന്നതായ കുഞ്ഞാട്? ആരാ? യേശുക്രിസ്തു. യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുന്നതായ ഒരു വലിയ ദർശനമുണ്ട്, കൊല്ലപ്പെട്ട് കിടക്കുന്നതായ ഒരു കുഞ്ഞാടിനെ കുറിച്ച്. 14 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യല്ലേ, ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവനോടുകൂടെ 144,000 പേരും, അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും അവസാന വാക്യം അല്ലേ, നമ്മൾ മുഴുവൻ വായിച്ചേക്കാം. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവനോടുകൂടെ 144,000 പേരും, അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്നത് പോലൊരു സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാട് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്.
അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. ഏറ്റവും അവസാന വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഇതാ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ മുദ്ര കൊണ്ട് നിറയപ്പെടുന്ന 14,000-ഓളം പേരെ കർത്താവ് കണ്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടതായ വലിയൊരു സമൂഹത്തെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ നെറ്റിയിൽ ആ നാമങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞാടിനോട് ചേർന്ന് ഇതാ ബലിയർപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായ അനേകായിരങ്ങളെ. ഇവിടെ ഓർമ്മപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ, ഇതാ കൊല്ലപ്പെട്ട് കിടക്കുന്നതായ ഒരു കുഞ്ഞാടിനെ കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനും അത് തന്നെ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവനാണ് ലോകത്തെ മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി മാറേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്. അപ്പോൾ നോക്കി, ഇത് ആദ്യം കുഞ്ഞാടിനെ കാണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ബലിയർപ്പണത്തോട് ചേർന്നാണ്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ, ഇതാ ഒരു ബലിയർപ്പണത്തിലൂടെ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ ആ വസ്ത്രങ്ങളെ വീണ്ടും മനുഷ്യനെ സ്വന്തമാക്കാൻ തക്കവണ്ണം സാധ്യമായി മാറുകയുള്ളൂ. അതിന് കർത്താവ് ഒരു മൃഗത്തെ ബലിയർപ്പിച്ച് നോക്കി, പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ആ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ഏകജാതം തന്നെ, ഇത് അബ്രഹാമിനോട് പറയുന്ന കാര്യമാണ്, നിൻ്റെ ഏകജാതനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ആ ബലിയർപ്പണം പൂർത്തിയാകില്ലെന്ന് കർത്താവ് മനസ്സിലായപ്പോൾ ദൈവത്തിൻ്റെ തന്നെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ആ ഏകജാതനെ ബലിയർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു വസ്ത്രം കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. ആ വസ്ത്രമാണ് വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ ആരാധനകളിലൂടെ നമ്മളൊക്കെ നിരന്തരം ധരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒരു ആരാധനയിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ എല്ലാ പാപത്തിൻ്റെ കെട്ടുകളും അഴിമാറ്റപ്പെട്ടുകൊണ്ട് അവൻ്റെ മേൽ വീണ്ടും ഒരു പുതിയ വസ്ത്രം അവൻ്റെ മേൽ അണിയപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരുകയുള്ളൂ. അപ്പോൾ ആരാധനയില്ല എങ്കിൽ ഒരു വസ്ത്രവും ഒരു മനുഷ്യൻ്റെ മേലും നിറയപ്പെടത്തില്ല. അപ്പം നമ്മൾ എത്ര ശ്രേഷ്ഠരാണ്, നമുക്ക് എത്രമാത്രം ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ ഒരു കൃപ കിട്ടിയ നമ്മൾ എത്രമാത്രം ഭാഗ്യമുള്ളവരാണ്. ഒരാരാധനയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ആ ബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ തക്കവണ്ണം ഒരു ദൈവകൃപ ലഭിച്ച ഒരു സമൂഹം എത്രമാത്രം ഭാഗ്യമുള്ളതാണ്. കർത്താവിൻ്റെ തിരുശരീരങ്ങളെ അധരങ്ങളിൽ സ്വീകരിക്കത്തക്കവണ്ണം ഭാഗ്യം ലഭിച്ച ഒരു ജനത ഈ ഭൂമിയിൽ വേറെ എവിടെയുണ്ട്? നോക്കുക, എത്രമാത്രം ഭാഗ്യമുള്ളതാണ്. നമ്മൾ ധ്യാന ശുശ്രൂഷകളൊക്കെ സമയത്ത് ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാ വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതായ ആളുകളൊക്കെ കടന്ന് ധ്യാനം കൂടുന്ന സമയത്ത് തൊട്ടടുക്ക് നിൽക്കുന്നതായ വ്യക്തി സ്നേഹപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിച്ച വ്യക്തിയെ തൊടുമ്പോൾ കിട്ടുന്നൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിച്ച വ്യക്തികളെ തൊടുന്ന എത്രയോ ആളുകളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ ധ്യാന സമയത്ത് കേട്ടിട്ടുണ്ടാകും. നമുക്ക് എത്രമാത്രം ശ്രേഷ്ഠതയാണ് ദൈവം വിശുദ്ധ കുർബാന അനുഭവങ്ങളിലൂടെ നൽകാനിടയായി തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ശരീരം യഥാർത്ഥമായ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥമായ പാനീയമാണെന്നെല്ലാം അവിടെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പുതിയ ഒരു വസ്ത്രത്തെ സ്വീകരിക്കത്തക്കവണ്ണം കൃപ ലഭിച്ച ഒരു വലിയ സമൂഹമല്ലേ നമ്മുടേത്. ഈ ചൈതന്യം നമ്മൾ ഓരോരുത്തരും നിരന്തരം സ്വീകരിക്കാൻ ഇടയായി തീരണം. അത് ഏറ്റവും വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് ആ ചൈതന്യത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും അതിൻ്റെ അടുത്ത ഒരു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. 12-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാമിനെ വിളിച്ച് കർത്താവ് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ടല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകണം. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കിയിട്ട് മാറ്റും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. കർത്താവിനോട് ചേർന്ന് എല്ലാം ഉപേക്ഷിച്ച് നീ ഒരു ബലിയർപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരേണ്ടതുണ്ട്. ഇതാ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത്, യഥാർത്ഥ ബലി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ
നിനക്ക് ഏറ്റവും വിലപ്പെട്ട നിന്റെ സ്വന്തമെന്ന് പറയുന്ന നിന്റെ ഏകജാതനെ പോലും ബലിയർപ്പിക്കാൻ തക്കവണ്ണം നീ തയ്യാറായിട്ട് മാറണം. അങ്ങനെ നീ മാറാനിടയായി തീരുമ്പോൾ, ആ ബലിയിൽ നീ പങ്കുകാരനായി മാറാനിടയായി തീരുമ്പോൾ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. നീ ഒരു അനുഗ്രഹമായിട്ട് മാറാനിടയായി തീരും. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാം ഞായറാഴ്ചകളിൽ ഇവിടെ വന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് ആരാധിക്കാനിടയായി തീരുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞ് ലോകത്തെ അനുഗ്രഹിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നിറയപ്പെടാൻ തക്കവണ്ണം ഇടയായി തീരും. ഉണ്ടോ? എത്രമാത്രം കൃപയാണ് ദൈവം ഈ ഒരു ആരാധനയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടുന്ന് ഈ ആരാധനയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ച് കർത്താവിൻ്റെ ബലിയോട് ചേർന്നിരുന്നുകൊണ്ട് നിങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് മാറുമ്പോൾ ആ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് കർത്താവെ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഓരോ യുവതിവാക്കന്മാരും ഇതാ ഈ ദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനിടയായി തീരുമ്പോൾ ദൈവമേ, അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഒന്ന് അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ഞങ്ങൾക്ക് അവിടെ സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങളിവിടെ ഒന്ന് ഹൃദയം നുറങ്ങി ഒന്ന് ആരാധിക്കാനിടയായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ ബലിയിൽ ചേർന്നിരുന്നുകൊണ്ട് അവൻ്റെ തിരുശരീരക്തങ്ങളുടെ ആ വലിയ ആ ഒരു സംരക്ഷണ കോട്ടയ്ക്കുള്ളിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് ആ പുതിയ വസ്ത്രം മുഴുവൻ ധരിച്ചുകൊണ്ട് നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിൻ്റെ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിലൂടെ ഒരു ശരീരത്തെ കർത്താവ് വീണ്ടും വീണ്ടും പവിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒറ്റ വിശുദ്ധ കുർബാന കർത്താവ് തീർത്താൽ മതിയായിരുന്നു. പക്ഷേ എല്ലാ ഞായറാഴ്ചയും കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും കർത്താവിൻ്റെ ഈ തരി ശരീരത്തെ നമ്മുടെ ഈ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ശരീരത്തെ കർത്താവ് വീണ്ടും വീണ്ടും പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ കർത്താവ് പുതുക്കി പണിത് യേശുവിൻ്റെ അത് യഥാർത്ഥ ശരീരത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും ഈ മരുഭൂമി പിതാക്കന്മാരെക്കുറിച്ചൊക്കെ പഠിക്കാനിടയായി തീരുമ്പോൾ അനേക വർഷങ്ങളിൽ വിശുദ്ധരായിട്ട് ജീവിച്ചവരൊക്കെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച അനേകരുടെ ജീവചരിത്രങ്ങൾ പഠിക്കാനുണ്ട്. അവർക്ക് വേറെ ഒരു ഭക്ഷണം വേണ്ട, മറിച്ച് ഒറ്റ കാര്യമേ ഉള്ളൂ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ഉള്ളിലൂടെ ഒഴുകുന്ന ഈ രക്തവും അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് പൂർണ്ണമായിട്ട് മാറണം. ഇങ്ങനെ ആഗ്രഹിച്ച് ജീവിച്ച അനേക വിശുദ്ധന്മാർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കണം, ഓരോ വിശുദ്ധ ആരാധനയിലും പങ്കുചേർന്നുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തെ സ്വീകരിക്കാനിടയായി തീരുമ്പോൾ നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ശരീരത്തെ നീ പുതുക്കി നിൻ്റെ ശരീരമാക്കി മാറ്റണം. നീ എൻ്റെ ഉള്ളിലേക്ക് നൽകുന്നതായ ഈ രക്തത്തിലൂടെ എൻ്റെ നെബനുകളിൽ ഓടുന്ന എൻ്റെ ഓരോ രക്തക്കുഴലിലൂടെയും ഒഴുകുന്നതായ ഈ എൻ്റെ രക്തത്തെ മാറ്റി നിൻ്റെ രക്തം മാറ്റി നീ മാറ്റണം. അങ്ങനെ ഞാൻ പൂർണ്ണമായും നിൻ്റേതായിട്ട് മാറണം. നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്കെല്ലാം ഉയർത്തപ്പെടാൻ ഇടയായി തീരുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയുള്ളൂ, ഈ പൂർണ്ണതയിൽ നിന്ന്. അതുകൊണ്ട് നിരന്തരം ബലിയിൽ സ്നേഹപൂർവ്വം സംബന്ധിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാനിടയായി തീരേണ്ടതുണ്ട്. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണാനിടയായി തീരുന്ന വലിയൊരു കാര്യം, ഇതാ വലിയ സദ്യയും അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ കഴിയുമ്പോൾ, രാത്രി മുഴുവൻ ഇതാ വലിയ പാർട്ടിയെല്ലാം കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇതാ രാജാക്കന്മാർ അല്ലെങ്കിൽ വിശുദ്ധരായി ജീവിച്ച രാജാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റ് അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലത്തെ ഇതാ ഒച്ചപ്പാടും മേളത്തിലും തങ്ങളുടെ മക്കൾ മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മലിനതകളിലൊക്കെ നീക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് ഇതാ അപ്പനും അമ്മയോ രാവിലെ തന്നെ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെക്കുറിച്ച് വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇന്ന് മക്കൾ പോകണ്ട, മറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ബലിയർപ്പിച്ചാൽ അതിൻ്റെ ചൈതന്യം ഇതാ മക്കളിലേക്ക് നിറയപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം ആ ഒരു ചൈതന്യമാണ് നമ്മിലേക്കെല്ലാം പകർന്നു നൽകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ
അതിൻ്റെ 60-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരെക്കുറിച്ചൊക്കെയുള്ള വചനഭാഗങ്ങൾ, കർത്താവിൻ്റെ ദാസൻ എങ്ങനെയായിരിക്കണം, കർത്താവിന് ഇഷ്ടപ്പെട്ടതായ മനുഷ്യന്മാർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ കർത്താവ് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു കർത്താവിൻ്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണോ? കർത്താവിൻ്റെ ഒരു ദാസനായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണോ എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആ കൃപയിൽ പങ്കുചേരാൻ സാധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. മറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രായേലിനെ മുഴുവൻ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി, ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ മുഴുവൻ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി നിങ്ങളെൻ്റെ ദാസന്മാരായിരിക്കുക അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ സൗഭാഗ്യം ഇതാ ഈ വചനങ്ങളെല്ലാം കേൾക്കുവാനും ആരാധന സജീവമായി പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനും ലഭിച്ചിരിക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വിശുദ്ധമായ ആരാധനയിൽ സജീവമായിട്ട് പങ്കുചേരാനിടയായി തീരുമ്പോൾ, ഈ ആരാധനയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനിടയായി തീരുമ്പോൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ കൊല്ലപ്പെട്ട കുഞ്ഞാടിനോട് ചേർക്കപ്പെടുന്നത് വളരെ ലിമിറ്റായ 14,000 പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമേ കർത്താവിൻ്റെ ഈ ആരാധനയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധ്യമായി മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വലിയൊരു പങ്കാളിത്തമാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലൂടെ ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിക്കാനും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയിരിക്കുന്നതായ കൃപയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് ആരാധിക്കാനിടയായി തീരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ഈ ചൈതന്യം ദൈവമേ നിറയ്ക്കണമേ. ഇന്ന് ഈ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോ മക്കളും ഇതാ ലോകത്തിൻ്റെ വിവിധ കോണുകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ആ ദേശത്തു നിന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ ആരാധിക്കാനുള്ള ഒരു വലിയ പ്രവണത, ആ ആഗ്രഹം അവരുടെ ഉള്ളിൽ നിറച്ചു കൊടുക്കണമേ എന്ന് ഒന്ന് ആഗ്രഹിക്കാം. യോബിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും, അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും. എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല. എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറച്ചു കളയും. കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ പാപങ്ങളെയും കറകളെയെല്ലാം കർത്താവ് കഴുകി അവയെല്ലാം ഒരിക്കലും ഓർക്കാത്തക്കവണ്ണം സഞ്ചിയിലാക്കി കർത്താവ് എടുത്തു കളയുന്നതായൊരു വാഗ്ദാനം ഇന്ന് ഒരു സമൂഹത്തിന് ഏറെ ആവശ്യമായിരിക്കുന്നത് തന്നെയാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവരുടെ പാപത്തിൻ്റെ ചങ്ങലകളെല്ലാം സഞ്ചിയിലാക്കി എന്നേക്കുമായിട്ട് അഴിച്ചു കളയാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ദൈവം നന്മകളൊക്കെ നൽകാൻ ഇടയായി തീരുമ്പോൾ, ദൈവം ഒത്തിരി സമൃദ്ധിയും എല്ലാ സിസ്റ്റവും നൽകാൻ ഇടയായി തീരുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന പ്രവണത ഇന്ന് സമൂഹത്തിൽ ആഴപ്പെടാൻ ഇടയായി തരുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ ദൈവം ഒത്തിരി നന്മകളൊക്കെ നൽകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അതുതന്നെയായിരിക്കാം. അതുകൊണ്ട് ദൈവത്തെ മറക്കാതെ ദൈവത്തെ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരേണ്ടതുണ്ട്. ദൈവം കൂടുതൽ നന്മകളിലൂടെ നമുക്ക് നടത്തുന്ന തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.